കാർത്തിക നക്ഷത്രം. കാർത്തിക നക്ഷത്രക്കാർ പൊതുവെ പുറത്ത് കാമായിരിക്കും, പക്ഷെ അകത്ത് അവർ പൊതുവെ ഫയർ കൂടുതലുമായിരിക്കും. നല്ല വൃത്തിയുള്ള ചിന്തയായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക, നല്ല ഡിസിപ്ലിനും ഉണ്ടാവും. നിങ്ങൾ അങ്ങനെ ആരുടെ മുന്നിലും താഴ്ന്നൊന്നും കൊടുക്കില്ല, കാരണം നിങ്ങൾക്ക് സെൽഫ് റെസ്പെക്റ്റ് വളരെ കൂടുതലാണ്. ഒന്നും അങ്ങനെ ഷോ ഓഫ് ചെയ്യില്ല, പക്ഷെ കഴിവ് നല്ല രീതിയിൽ കൂടുതലാണ്. പക്ഷെ അത് പ്രകടിപ്പിക്കാനുള്ളൊരു വേദിയോ അത് പ്രകടിപ്പിക്കാനോ നിങ്ങൾ ശ്രമിക്കാറുമില്ല. എനിക്ക് തെറ്റില്ല എന്നൊരു ആത്മവിശ്വാസം നിങ്ങൾക്ക് നല്ല പോലെയുണ്ട്. അത് ശരിയാണ്. നിങ്ങളുടെ മനസ്സെന്ത് പറയണോ അത് മാത്രം നിങ്ങൾ കേൾക്കുക, അത് തന്നെ ചെയ്യുക. നിങ്ങൾക്ക് ഗുണം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഒരാൾ ഒരിക്കലും നിങ്ങൾ റിജക്റ്റ് ചെയ്താൽ നിങ്ങൾ എന്തായാലും തിരിച്ച് അക്സെപ്റ്റ് ചെയ്യില്ല. അതിനെന്തായാലും നല്ല രീതിയിൽ ടൈം എടുക്കും. സ്നേഹത്തിൽ നല്ല സീരിയസ് ആയിരിക്കും. ഒരു ടൈം പാസിന് നിങ്ങൾ എന്തായാലും പോവുകയില്ല. ഈഗോ ഇല്ലെന്ന് നിങ്ങൾക്ക് തോന്നും, പക്ഷെ സെൽഫ് റെസ്പെക്റ്റ് ടച്ച് ചെയ്താൽ വെരി ഹാർഡായിരിക്കും. നിങ്ങൾ അതെന്തായാലും നിങ്ങളുടെ കൺട്രോൾ തന്നെ അതിന് ചിലപ്പോൾ പോയിന്ന് വരും. നിങ്ങളുടെ ഇന്നർ ട്രൂത്ത് എന്ന് പറയുന്നത് നിങ്ങൾ ഇമോഷണൽ അല്ലെന്ന് ആളുകൾ കരുതും, പക്ഷെ തെറ്റായ ഒരു കാര്യമാണ്. നിങ്ങൾ നല്ല ഇമോഷണലാണ്. നിങ്ങളെ ഹേർട്ട് ചെയ്താൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിശബ്ദമായിട്ട് നിങ്ങൾ കത്തിക്കൊണ്ടേയിരിക്കും. ഈ കഴിഞ്ഞ 2025 ഒരു ടെസ്റ്റിംഗ് ഇയർ തന്നെയായിരുന്നു നിങ്ങൾക്ക്. കരിയറിലും ജോബിലും പ്രഷർ ഉണ്ടായിരുന്നു. ഒരാൾ വളരെ ക്ലോസ് ആയിരുന്നു, പക്ഷെ അയാൾ ഡിസ്റ്റൻസ് ആയിപ്പോയി. ഞാൻ ഇത്ര എഫേർട്ട് ഇട്ടിട്ടും എന്താണ് റിസൾട്ട് ഇല്ലാത്ത എന്നൊരു ഫീലിങ്സ് നിങ്ങൾക്ക് നന്നായിട്ടുണ്ടായിരുന്നു. പൈസ വരുമെങ്കിലും കയ്യിൽ അതൊന്നും നിൽക്കുന്നുമില്ല. റിലേഷൻഷിപ്പിൽ നല്ല മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. ഈഗോ കാരണം അത് സൈലൻസ് ആയിരുന്നു. സ്ലീപ്പ് ഡിസ്റ്റർബൻസും ഉണ്ടായിരുന്നു. മെന്റലി നല്ല ടയേർഡായിരുന്നു. 2025 നിങ്ങൾ പഠിച്ചൊരു പാഠം, എല്ലാവരുടെ അടുത്തും എല്ലാ കാര്യവും എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കണ്ട, അങ്ങനെ നിന്നിട്ട് കാര്യമില്ല എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെ മനസ്സിലാക്കാത്തവർ നിങ്ങൾ ഇത് പഠിക്കുക. ആരുടെ അടുത്തും ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവേണ്ട ആവശ്യമില്ല. 2026 കാർത്തിക നക്ഷത്രക്കാർക്ക് ഒരു സ്ലോ സ്റ്റാർട്ടാണ്. 2026 കഴിയുമ്പോഴേക്ക് ഇയർ എൻഡ് ആകുമ്പോഴേക്ക് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫിനിഷ് തന്നെ നിങ്ങൾക്ക് എന്തായാലും കിട്ടും. നിങ്ങളുടെ ക്യാരക്ടർ അവസാനം ആകുമ്പോഴേക്ക് നല്ല രീതിയിൽ മെച്യൂർ ആവും. ലൈഫ് സെറ്റിലാക്കാനുള്ള ഒരു വഴിയും പഴുതൊക്കെ നിങ്ങൾക്ക് എന്തായാലും കിട്ടും. 2026 ജനുവരി മാസത്തിൽ നിങ്ങളുടെ മൈൻഡ് വളരെ ഹെവി ആയിരിക്കും. പഴയ കാര്യങ്ങൾ നല്ല രീതിയിൽ ഓർമ്മ വരും. കരിയറിൽ നല്ല രീതിയിൽ കൺഫ്യൂഷൻ ഉണ്ടാവും. റിലേഷൻഷിപ്പിൽ ഒരു സൈലന്റ് പേസ് ആയിരിക്കും. 2026 ജനുവരിയിൽ യൂണിവേഴ്സ് നിങ്ങളുടെ ക്ഷമയാണ് എന്തായാലും പരീക്ഷിക്കുന്നത്. ഫെബ്രുവരിയിൽ ചെറിയൊരു റിലീഫ് എന്തായാലും നിങ്ങൾക്കുണ്ടാവും. ഒരു ഗുഡ് ന്യൂസോ ഒരു കോളോ എന്തായാലും നിങ്ങൾക്ക് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. പൈസയൊക്കെ അവിടുന്ന് ഇവിടുന്ന് വരികയും ചെയ്യും, എന്നാൽ പോവുകയും ചെയ്യും. നല്ല രീതിയിൽ ഹെൽത്ത് നല്ലതായിട്ട് തന്നെ ഇമ്പ്രൂവ് ആവും. ഒരു പ്രതീക്ഷയൊക്കെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ തുടങ്ങും ഫെബ്രുവരി അവസാനമാകുമ്പോൾ. മാർച്ചിൽ ഇതൊരു ഡിസിഷൻ മന്തായിരിക്കും നിങ്ങൾക്ക്. പോരാത്തതിന് ഒരു ജോബ് ക്ലാരിറ്റി എന്തായാലും നിങ്ങൾക്ക് കിട്ടും. അതിൻ്റെ നിങ്ങളുടെ റോൾ എന്താണെന്നുള്ള ക്ലാരിറ്റി നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. പ്രണയത്തിൽ എന്തായാലും ഹോണസ്റ്റ് കോൺവെർസേഷൻ എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും. ഈഗോ ക്ലാഷ് എന്തായാലും വരും. അതുകൊണ്ട് അത് പിരിയാം, അല്ലെങ്കിൽ അത് എല്ലാം നിങ്ങളുടെ മനസ്സെന്ത് പറയണോ അത് മാത്രം കേൾക്കുക. മൂന്നാമത് ഒരാളുടെ അടുത്ത് ഒരു അഭിപ്രായം ചോദിക്കാൻ നിങ്ങൾ നിൽക്കരുത്. അതുകൊണ്ട് ശരി എന്താണ് തെറ്റെന്താണ് എന്നുള്ളത് എന്തായാലും പുറത്തു വരും. ഏപ്രിൽ മാസത്തിൽ നല്ല രീതിയിൽ കോൺഫിഡൻസ് ബൂസ്റ്റ് ആവും. പുതിയ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് വരും. നല്ല രീതിയിലൊരു അട്രാക്ഷൻ എന്തായാലും നിങ്ങൾക്ക് പുതിയതുണ്ടാവും. അതായത് സിംഗിളായ ഒരു കൂടുതൽ കമ്മിറ്റ് ആവാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് സെൽഫ് വർത്ത് റിയലൈസേഷൻ എന്തായാലും ഏപ്രിൽ മാസത്തിൽ നിങ്ങൾക്ക് ഉണ്ടാവും. മെയ് മാസത്തിൽ നല്ല രീതിയിൽ കുറച്ച് ഫിനാൻഷ്യലി ഇമ്പ്രൂവ്മെൻ്റ് ആവുന്നുണ്ട്. നിങ്ങൾ കാര്യമായിട്ട് ആദ്യത്തെ 15 ദിവസം ചിലവാക്കാതെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് നല്ലൊരു സേവിങ്സിലേക്ക് മെയ് മാസത്തിലേക്ക് ആ എമൗണ്ട് മാറ്റാൻ പറ്റും. ബിസിനസ്സിലെ ഐഡിയ കൂടുതൽ മെയ് മാസത്തിൽ ക്ലിക്ക് ആവാൻ സാധ്യത വളരെ കൂടുതലാണ്. റിലേഷൻഷിപ്പ് അതൊരു സ്റ്റേബിളായിട്ട് തന്നെ പോവും. എങ്ങനെയാണ് ഏപ്രിൽ മാസത്തിൽ എന്താ ഉണ്ടായത്, അതിൽ വലിയ പുരോഗമനമൊന്നും ഉണ്ടാവില്ല. ഒരു 10-10 രീതിയിൽ മാത്രമേ പോവുള്ളൂ. എന്നാലും അവസാനമാകുമ്പോൾ ചെറിയൊരു വളർച്ച നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജൂൺ മാസത്തിൽ നല്ല ഓവർ വർക്കായിരിക്കും. നല്ല ടയേർഡ്നെസ്സും നിങ്ങൾക്ക് വരും. ഒരാളായിട്ട് നല്ല ഇമോഷണലി ഡിപ്പെൻഡ് ആവും നിങ്ങൾ. അത് വേണച്ചാൽ കാമുകിയായിരിക്കാം, ചിലപ്പോൾ അമ്മയായിരിക്കാം, അച്ഛനാവാം, അത് ആരോ ആയിക്കോട്ടെ, എന്തായാലും ഇമോഷണലി നല്ല ഡിപ്പെൻഡ് ആവാം. അതുകൊണ്ട് നിങ്ങൾക്കൊരു ബാലൻസ് വേണ്ടതാണ്, കാരണം പൊട്ടിത്തെറിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് ആ മാസത്തിൽ. ജൂലൈ മാസത്തിൽ നല്ലൊരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും. കരിയറിലൊരു റെക്കഗ്നിഷനൊക്കെ എന്തായാലും വരും.
വീണ്ടും സെൽഫ് റെസ്പെക്റ്റ് കൂടുതൽ ഇൻക്രീസ് ആവും. അതുകൊണ്ട് ഈഗോയും നല്ല രീതിയിൽ നിങ്ങൾക്ക് കൂടാൻ സാധ്യത വളരെ കൂടുതലാണ്. പ്രണയം കുറച്ചും കൂടി സീരിയസ് ആവാനും സാധ്യതയുണ്ട്. അതൊരു ബ്രേക്ക് ത്രൂ മന്ത് ആയിരിക്കും കേട്ടോ. പ്രണയത്തിലല്ല, കരിയർ പരമായിട്ട് ബ്രേക്ക് ത്രൂ മന്ത് തന്നെയാണ്. ഓഗസ്റ്റ് മാസത്തിൽ ഈ ബ്രേക്ക് ത്രൂ കാരണം നിങ്ങൾക്ക് എന്തായാലും പൈസ കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രോപ്പർട്ടിയോ വാഹനങ്ങളൊക്കെ വാങ്ങാൻ എന്തായാലും നിങ്ങൾ പ്ലാൻ ഇട്ടുണ്ടാവും. അതിന് ഫാമിലിയുടെ നല്ല സപ്പോർട്ടും കിട്ടും. ഒരു നല്ല സ്റ്റെബിലിറ്റി ആയിട്ടുള്ള ഒരു സ്പേസ് എന്തായാലും നിങ്ങൾക്ക് വരികയും ചെയ്യും. സെപ്റ്റംബർ മാസത്തിൽ ഇമോഷണലി നിങ്ങൾ കുറച്ച് സെൻസിറ്റീവ് ആവും. കാരണം പെട്ടെന്ന് കരയും, പെട്ടെന്ന് ചിരിക്കും, വേണിച്ച പെട്ടെന്ന് ദേഷ്യപ്പെടാനും സാധ്യത വളരെ കൂടുതലാണ്. പ്രണയത്തിലൊക്കെ നല്ല മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. പ്രണയത്തിൽ മാത്രമല്ല കരിയറിലും മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. അടി കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്വയം ഹീൽ ചെയ്യണ കോൺവെർസേഷൻ, അല്ലെങ്കിൽ ഇമോഷണലി ആരെങ്കിലും അടുപ്പമുണ്ടെങ്കിൽ അയാളുടെ അടുത്ത് എല്ലാം തുറന്നു പറയുന്നത് കുറച്ച് നല്ല ഒരു മാസമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് റിലാക്സും കിട്ടും. ഇമോഷണലി എന്തായാലും നിങ്ങൾക്ക് കുറച്ച് ക്ലിയർ ആവും. ഒക്ടോബർ മാസത്തിൽ നല്ല പവർഫുൾ മന്താണ്. നിങ്ങൾക്ക് അധികാരം കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. ലീഡർഷിപ്പ് റോള് കുറച്ചും കൂടി നല്ല സ്ട്രോങ് ആവും. അതുകൊണ്ട് എന്തെങ്കിലും ഒറ്റ തീരുമാനത്തിൽ എന്തായാലും നിൽക്കേണ്ടി വരും. അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്തോ ആയിക്കോട്ടെ, പക്ഷെ ഒറ്റ തീരുമാനം നിങ്ങൾ എന്തായാലും എടുക്കേണ്ടി വരും. അതോറിറ്റി എന്തായാലും റൈസ് ആവാൻ സാധ്യത വളരെ കൂടുതലാണ്. നവംബർ മാസത്തിൽ സന്തോഷത്തിൻ്റെ ഒരു പീക്ക് ടൈമാണ് നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവുക. ഫിനാൻഷ്യൽ സെക്യൂരിറ്റി നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് നവംബർ മാസത്തിൽ കിട്ടും. മാരേജ്, കമ്മിറ്റ്മെൻറ്റ്, ടാക്സ് എല്ലാം വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ബിസിനസ് ഒന്ന് വൈഡാക്കാനും എന്തായാലും നിങ്ങൾ ശ്രമിക്കും. ജീവിതത്തിൽ കുറച്ച് പുഞ്ചിരിയൊക്കെ നവംബർ മാസത്തിൽ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ഡിസംബർ മാസത്തിൽ സമാധാനമായിട്ടുള്ള ഒരു മാസമാണ്. എല്ലാം കുറച്ച് സാറ്റിസ്ഫൈഡ് ആയ ഒരു മാസമായിട്ട് നിങ്ങൾക്ക് തോന്നും. ഒന്നും കൂടി റീവയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ പ്രണയം എന്തായാലും പെട്ടെന്ന് ഉണ്ടാവില്ല, സ്ലോ ആയിരിക്കും, പക്ഷെ ഡീപ്പായിരിക്കും, അത് മീനിങ് ഫുള്ളായിരിക്കും. ഈ മാരേജ് ചാൻസസ് എന്തായാലും 2026 ലേറ്റോ അല്ലെങ്കിൽ 2027 നടക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ഈഗോ കൺട്രോൾ ചെയ്യുക, എല്ലാത്തിനും ഒരു ബൗണ്ടറി വെക്കുന്നത് നിങ്ങൾക്ക് നന്നായിരിക്കും. പ്രണയത്തിൽ വിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ സൈലൻ്റ് ആയിരിക്കണം, മെച്ചോർഡ് ആയിരിക്കണം. കരിയർ പരമായിട്ട് ജോബ് ക്ലാരിറ്റിയും ഗ്രോത്തും എന്തായാലും ഉണ്ട്. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തായാലും മെല്ലെ അത് മുന്നോട്ട് പോകുള്ളൂ, പക്ഷെ സോളിഡ് പ്രോഫിറ്റ് എന്തായാലും ഉണ്ടാവും. ജൂലൈയും ഒക്ടോബറും നവംബറുമാണ് നിങ്ങളുടെ നല്ല മാസങ്ങൾ. ജൂൺ മാസത്തിൽ എന്തായാലും റിസ്കി ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും എന്തായാലും നിങ്ങൾ ചെയ്യാൻ പാടില്ല. ഫിനാൻസ് പരമായിട്ട് ഒരു സേവിങ് ഇയർ തന്നെയാണ് 2026. മണി ഡിസിപ്ലിൻ എന്തായാലും കൂടും. ഒരു ലോങ് ടേം സ്റ്റെബിലിറ്റി എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും. ആരോഗ്യപരമായിട്ട് അസിഡിറ്റി, ഹെഡേക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. മാർച്ച് മാസത്തിന് ശേഷം ഉറക്കം എല്ലാം നല്ല രീതിയിൽ പൊക്കോളും. മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ അതെന്തായാലും നിങ്ങൾക്ക് നല്ല ബെനിഫിഷ്യൽ ആയിരിക്കും.